ഹായ് ഹലോ, ഞാൻ ആൻസ്ലി. വെൽക്കം ബാക്ക് ടു ഇമയ ബൂട്ടിക്. അപ്പോൾ ഇന്നത്തെ കാറ്റലോഗിൽ രണ്ട് ഡിഫറെൻറ്റ് കളക്ഷൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്ന റെഡി ടു വെയർ ആയിട്ടുള്ളൊരു 3 പീസ് സെറ്റിലാണ് വന്നിട്ടുള്ളത്. ഇതൊരു പാർട്ടി വെയർ കൺസെപ്റ്റിലാണ് ഇതും കൊണ്ടുവന്നിട്ടുള്ളത്. കഴിഞ്ഞ വീക്കോട് കൂടിയിട്ട് നമ്മുടെ ഈസ്റ്റർ കളക്ഷൻസ് എല്ലാം കഴിഞ്ഞു. നമുക്കിനി ഈദാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ചെയ്തേക്കുന്ന ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ രണ്ട് കളർ ഷെയ്ഡിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ആലിയ കട്ട് മോഡലിൽ വരുന്ന ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ഒരു പാറ്റേൺ ആണ്. അതിൻ്റെ രണ്ട് കളർ ഷെയ്ഡ് അവൈലബിൾ ആണ്. നമ്മൾ ഇതിനു മുമ്പും ആലിയ കട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറേ റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് നമ്മളത് വീണ്ടും രണ്ട് ഡിഫറെൻറ്റ് കളർ ഷെയ്ഡിൽ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആണ് ആലിയ കട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം. അതിന് മുന്നായിട്ട് ബുട്ടിക്കിലെ കളക്ഷൻസിന്റെ റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിലോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നത് വാട്സപ്പ് ത്രൂ മാത്രമായിരിക്കും കേട്ടോ. ഈ ഒരു നമ്പർ ഡിസ്പ്ലേ കാണിക്കുന്ന ഒരു നമ്പർ മാത്രമാണ് നമുക്ക് വാട്സപ്പിൽ ഓർഡേഴ്സ് എടുക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊട്ട് ലേറ്റ് ആക്കാതെ ഇന്നത്തെ കളക്ഷൻസ് കാണാം. ഈ ഒരു 3 പീസ് സെറ്റ് ഇത്തവണ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് കളർ ഷെയ്ഡിലാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒനിയൻ പിങ്ക് ആണ്. നമുക്ക് ഈദ് ഫംഗ്ഷന് മാത്രമല്ല ഏതൊരു മാരേജ് ഫംഗ്ഷനും ഏതൊരു ഒക്കേഷനും നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റാർ ആവാൻ പറ്റിയ ഒരു കളക്ഷൻ ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ക്ലോസ് റിവ്യൂ നോക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസ് റിവ്യൂ വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസ് റിവ്യൂ വരുന്നത്. ചെസ്റ്റ് പോർഷൻ നല്ല നീറ്റ് ആയിട്ട് തന്നെ ഹെവി ആയിട്ട് ഒരു വൈറ്റ് പേൾസും അതുപോലെ തന്നെ ഗോൾഡൻ കട്ട് ബീഡ്സും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ടും വൈറ്റ് പേൾസും അതുപോലെ തന്നെ ഗോൾഡൻ കട്ട് ബീഡ്സിന്റെ വർക്കുമാണ് ചെസ്റ്റ് പോർഷനിൽ വന്നിട്ടുള്ളത്. ഈ റൗണ്ട് നെക്കിന് ചുറ്റും വൈറ്റ് പേൾസ് വന്നുകൊണ്ട് തന്നെ ആ ഒരു നെക്കിന് നല്ലോണം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത്. ഇതിന്റെ ഫാബ്രിക് വരുന്നത് സോഫ്റ്റ് വിചിത്ര സിൽക്ക് ആണ്. നമ്മൾ ഇതിന് മുമ്പും വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഈ ചൂട് ക്ലൈമറ്റിൽ ഇടാൻ പറ്റിയ ഒരു ഫാബ്രിക് ആണ് വിചിത്ര സിൽക്ക് വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. 46 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ബോഡി മൊത്തം ബട്ടർ ക്രേപ്പ് ആണ് ലൈനിങ്. നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് റൗണ്ട് നെക്കിൽ ഇങ്ങനെ വരും. നമുക്ക് ഇതിന്റെ ബോട്ടം നോക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിലും ബാക്കിലും ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് 39 ഇഞ്ചസ് ആണ്. വിത്ത് ലൈനിങ് ആണ് കേട്ടോ ബോട്ടം ചെയ്തിട്ടുള്ളത്. ക്രേപ്പ് ലൈനിങ് ബോട്ടത്തിലും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സിഗരറ്റ് പാന്റിന്റെ മോഡലിലാണ് ബോട്ടം വന്നിട്ടുള്ളത്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വന്നേക്കുന്നത് ഇതിന്റെ ഒരു ഷാളാണ്. ഇതിന്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് നമുക്ക് തട്ടായിട്ടോ അല്ലെങ്കിൽ നമുക്ക് വൺ സൈഡ് ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്നത്. ഇതുപോലെയാണ് നമുക്ക് വൺ സൈഡ് ആയിട്ട് ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നമുക്ക് തട്ടായിട്ട് ഇടണമെങ്കിൽ ഈ ഒരു ഇത്രയും പോർഷനിലാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. വൈറ്റ് പേൾസും ഗോൾഡൻ കട്ട് ബീഡ്സും തന്നെയാണ് ഈ ഒരു വർക്കിലും വന്നിട്ടുള്ളത്. നല്ല ലെങ്ത്തിലും വീഴ്ത്തിലുമാണ് ഇത് ദുപ്പട്ട ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകം ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അത് നമുക്ക് തട്ടായിട്ട് ഇടുമ്പോൾ ഈ ഒരു സെന്റർ പോർഷനിൽ മാത്രമാണ് ഈ ഒരു വർക്ക് വരുന്നത്. അല്ലെങ്കിൽ പള്ളി പോകുന്നവർക്കായാലും നമുക്ക് ഷാൾ ഇടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വർക്ക് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ വൺ സൈഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ പെയർ ചെയ്യാം. അപ്പൊ ചെസ്റ്റ് പോർഷനിലാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടും വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം, ലാർജ്, എക്സ്, ഡബിൾ എക്സ് സൈസിലാണ്. പ്രൈസ് വരുന്നത് 1280. ഏറ്റവും റീസണബിൾ പ്രൈസിലാണ് ഈ ഒരു റെഡി ടു വെയർ ഇത്രയും ഭംഗിയുള്ള കളർ ഷെയ്ഡിലും ഈ ഒരു വർക്കിലും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഏറ്റവും വർത്ത് ആണ് ഈ ഒരു പ്രൈസിൽ. അപ്പൊ എത്രയും വേഗം ഓർഡർ ചെയ്യുക. ഇതിന്റെ ഒരു കളർ ഷെയ്ഡും കൂടിയുണ്ട്. നമുക്ക് ലാസ്റ്റ് ഷെയ്ഡ് ഏതാന്ന് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല റെയർ ആയിട്ടുള്ള ഒരു സീ ബ്ലൂ കളറിലാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത്. സെയിം ഫീച്ചർ തന്നെയാണ് വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ. ചെസ്റ്റ് പോർഷൻ നല്ല നീറ്റ് ആയിട്ടും ഹെവി ആയിട്ടും തന്നെ വൈറ്റ് പേൾസും അതുപോലെ തന്നെ ഗോൾഡൻ കട്ട് ബീഡ്സും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ക്ലോസ് റിവ്യൂ നോക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസ് റിവ്യൂ വന്നിട്ടുള്ളത്. ചെസ്റ്റ് പോർഷനിൽ വൈറ്റ് പേൾസും നല്ല ഗോൾഡൻ കട്ട് ബീഡ്സും കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതിലെ റൗണ്ട് നെക്കിൽ വൈറ്റ് പേൾസ് വന്നേക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു നെക്കിന് നല്ല ഫിനിഷിംഗ് ആണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത്. ഇതിന്റെ ലെങ്ത് വരുന്നത് 46 ഇഞ്ചസ് ആണ്. ബോഡി മൊത്തം ബട്ടർ ക്രേപ്പ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ലീവ്സ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന്റെ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് സെയിം കളറിൽ ഇങ്ങനെ വരും. നമുക്ക് ഇതിന്റെ ബോട്ടം നോക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത്. സെയിം വിചിത്ര സിൽക്ക് ഫാബ്രിക് ആണ്. വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ബോട്ടം ചെയ്തിട്ടുള്ളത്. ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് ബോട്ടത്തിന്റെ ഫ്രണ്ടിലും ബാക്കിലും വന്നിട്ടുള്ളത്. സിഗരറ്റ് പാന്റിന്റെ മോഡലിൽ 39 ഇഞ്ചസ് ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത്.
ഇതിന്റെ ദുപ്പട്ട ചെയ്തിട്ടുള്ളത് സെയിം നമ്മൾ നേരത്തെ കണ്ട ഒനിയൻ ഷെയ്ഡിൽ പോലെ തന്നെ സെന്ററിലാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. വൈറ്റ് പേൾസും ഗോൾഡൻ കട്ട് ബീഡ്സിന്റെ വർക്ക് ഈ ഒരു സെന്റർ പോർഷനിൽ നല്ല നീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത്തിലും വിഡ്ത്തിലുമാണ് ഈ ഒരു ദുപ്പട്ടയും ചെയ്തിട്ടുള്ളത്. നമുക്ക് തട്ടായിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. തട്ടായിട്ട് ഇടുമ്പോൾ ഈ ഒരു വർക്ക് നമുക്ക് ഈ ഒരു ഫേസിന്റെ ഇവിടെ വന്നിട്ട് നിൽക്കും. അങ്ങനെയാണ് ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത്. നമുക്കിനി വൺ സൈഡ് ഇടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടാം. അപ്പൊ നമുക്ക് ചെസ്റ്റ് പോർഷനിൽ ഈ ഒരു വർക്ക് നല്ല ഹൈലൈറ്റ് ആയിട്ട് വരും. ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം, ലാർജ്, എക്സ്, ഡബിൾ എക്സ് സൈസിലാണ്. പ്രൈസ് വരുന്നത് 1280. അപ്പൊ എത്രയും വേഗം ഓർഡർ ചെയ്യാട്ടോ. ഇത് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവുന്ന ഒരു ഐറ്റം ആണ്. വാട്സപ്പ് നമ്പർ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓർഡർ ചെയ്യുന്നവർ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ സൈസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്കിനി ലാസ്റ്റ് കളക്ഷൻസ്, ആലിയ കട്ട് മോഡലിൽ വരുന്ന ലാസ്റ്റ് കളക്ഷൻസ് നോക്കാം. ആലിയ കട്ട് മോഡലിൽ വരുന്ന ഫസ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നല്ലൊരു റെഡ് ഷെയ്ഡിൽ യെല്ലോ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലുള്ള ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. നല്ലൊരു വീനെക്ക് കൊടുത്തിട്ടുണ്ട്. വീനെക്കിന് ചുറ്റും ഒറിജിനൽ മിറേഴ്സും ഗോൾഡൻ കട്ട് ബീഡ്സും കൊടുത്തിട്ടാണ് ഈ ചെസ്റ്റ് പോർഷന്റെ ബോർഡർ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സെന്ററിന് താഴേക്ക് നല്ലോണം ഫ്ലീറ്റ്സ് കൊടുത്തിട്ട് നല്ല ഫ്ലെയറിലുമാണ് ഇത് വന്നിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ക്ലോസ് റിവ്യൂ നോക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസ് റിവ്യൂ വന്നിട്ടുള്ളത്. നല്ല ഒതുങ്ങിയിട്ടുള്ളൊരു വീനെക്കാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ചെസ്റ്റ് പോർഷനിൽ മാത്രമാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. കോട്ടൺ ലൈനിങ് ചെസ്റ്റ് പോർഷനിൽ വരുന്നുണ്ട്. ബോഡി മൊത്തം വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. റയോൺ ഫാബ്രിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റ് ആയിട്ടും കംഫർട്ടബിൾ ആയിട്ടും ഇടാൻ പറ്റുന്ന, ഈ ചൂട് ക്ലൈമറ്റിൽ ഇടാൻ പറ്റുന്ന നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് സെയിം ഡിജിറ്റൽ പ്രിന്റോട് കൂടി ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരും. 47 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. സ്ലീവ്സ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ടാണ് വരുന്നത്. ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം, ലാർജ്, എക്സ്, ഡബിൾ എക്സ് സൈസിലാണ്. പ്രൈസ് വരുന്നത് 799. നമുക്ക് ഇതിന്റെ ഒരു കളർ ഷെയ്ഡും കൂടി അവൈലബിൾ ആണ്. നമുക്ക് ലാസ്റ്റ് കളർ ഏതാന്ന് നോക്കാം. ആലിയ കട്ട് മോഡലിൽ വരുന്ന ലാസ്റ്റ് കളർ വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ. നേവി ബ്ലൂവിൽ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന നല്ലൊരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ക്ലോസ് റിവ്യൂ നോക്കാം. സെയിം ഫീച്ചർ തന്നെയാണ്, സെയിം റയോൺ ഫാബ്രിക്കിലുമാണ് ഇത് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസ് റിവ്യൂ. ഒരു വീനെക്കില് ചെസ്റ്റ് പോർഷനിൽ മിറേഴ്സും അതുപോലെ തന്നെ ഗോൾഡൻ കട്ട് ബീഡ്സും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സെന്ററിൽ നല്ലോണം ഫ്ലീറ്റ്സ് കൊടുത്തിട്ടും നല്ല ഫ്ലെയറിലുമാണ് ഈ ഒരു ആലിയ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. റയോൺ മെറ്റീരിയൽ ആണ്. ചെസ്റ്റ് പോർഷനിൽ മാത്രമാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ബാക്കി ബോഡി മൊത്തം വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. റയോൺ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. കട്ടിയുള്ള ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത്. സ്ലീവ്സ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ടും വരുന്നുണ്ട്. ബാക്ക് പോർഷൻ സെയിം ഡിജിറ്റൽ പ്രിന്റിൽ ഇങ്ങനെ വരും. ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം, ലാർജ്, എക്സ്, ഡബിൾ എക്സ് സൈസിലാണ്. പ്രൈസ് വരുന്നത് 799. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ താഴെക്കാണ് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയക്കുക, ഒപ്പം സൈസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. നമുക്ക് ഇമയ ബുട്ടിക്കിന്ന് ഇൻസ്റ്റാഗ്രാമിലും പേജ് വരുന്നുണ്ട്. നമ്മുടെ കളക്ഷൻസ് ആദ്യം അപ്ലോഡ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലായിരിക്കും. അതിനുശേഷമായിരിക്കും നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ആവുന്നത്, ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യുന്നത് വിത്തിൻ 2 ഡേയ്സിലായിരിക്കും. നമ്മൾ ഫാസ്റ്റ് ഡെലിവറി ആയിരിക്കും ഇവിടുന്ന് ചെയ്യുന്നത്. വിത്തിൻ 6 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് റിസീവ് ചെയ്യാനും പറ്റും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് റിസീവ് ചെയ്യുന്നത് മുതലുള്ള കംപ്ലീറ്റ് ഓപ്പണിംഗ് വീഡിയോ എടുക്കാം കേട്ടോ. എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂ വരുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫുൾ വീഡിയോ എടുക്കണമെന്ന് പറയുന്നത്. അല്ലാത്ത ഒരു കസ്റ്റമേഴ്സിന് നമ്മൾ റിട്ടേണോ അല്ലെങ്കിൽ എക്സ്ചേഞ്ചോ അവൈലബിൾ ആക്കുന്നതല്ല. അതുപോലെ തന്നെ സൈസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. നമുക്ക് റിട്ടേണോ എക്സ്ചേഞ്ചോ അവൈലബിൾ അല്ല. എപ്പോഴും ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഓൾട്ടർ ചെയ്തിട്ടായാലും പിന്നീട് യൂസ് ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.